ഫിസ്റ്റുലയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കുന്നവരുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് സർജറിക്ക് ശേഷവും ഫിസ്റ്റുല വീണ്ടും വരുന്നുണ്ടല്ലോ എന്നുള്ളത്. ആയുർവേദത്തിൽ ക്ഷാരസൂത്ര വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫിസ്റ്റുല വീണ്ടും വരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു ത്രെഡ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിസ്റ്റുലയുടെ ട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണക്കിയെടുക്കാനും ഉള്ളിലൊരു ടിഷ്യൂസും ബാക്കിയില്ലാത്ത രീതിയിൽ ഹീലിംഗ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അപാമാർഗക്ഷാരം, സ്റ്റുഹിക്ഷീരം എന്നിങ്ങനെയുള്ള മരുന്ന് കൊണ്ടുള്ള കവറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, ഉള്ളിൽ നിന്ന് പ്രോപ്പറായിട്ട് ഉണക്കി കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ത്രെഡ് വെച്ച് കട്ടിങ് നടക്കുന്നതോടൊപ്പം തന്നെ അതേസമയം ഉള്ളിൽ നിന്ന് മുറിവ് ഉണങ്ങി വരികയും ചെയ്യും. ക്ഷാരസൂത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നും പഴുപ്പ് പൂർണ്ണമായിട്ടും ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്തെ ടിഷ്യൂസിന് അധികം ഡാമേജ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരിക. മസിൽ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മോഷൻ അറിയാണ്ട് പോകുന്ന പോലുള്ള ഇൻകോണ്ടിനൻസ് പോലുള്ള കോംപ്ലിക്കേഷൻസും ഫിസ്റ്റുലയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും ഫിസ്റ്റുലയ്ക്ക് ഇങ്ങനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് കാര്യം. പഞ്ചഭൂതയിൽ ഫിസ്റ്റുലയ്ക്ക് ക്ഷാരസൂത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും റെക്കറൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഫിസ്റ്റുലയിൽ വേദനയും പഴുപ്പും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പഞ്ചഭൂതയിലേക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.